അതെ പുണ്യാളോ, 2025 എനിക്ക് ഇനി ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇവിടെ കേൾക്കണ്ട. നീ ഒരു 40 ഒരു 44 ഞായറാഴ്ച ഉണ്ടാവണ്ടോ 2025. അതിൽ കറക്റ്റ് ഞാൻ ഓർക്കണില്ലെങ്കിലും ഒരു 40 ഞായറാഴ്ചയെങ്കിലും ഞാൻ ഇതേപോലെ ഇവിടെ നിന്നിട്ടുമുണ്ട്. കണക്ക് പറഞ്ഞല്ലേട്ടാ, സത്യമായിട്ടും എനിക്കറിയാം ഞാൻ കുറേ കൂടെയൊക്കെ നന്നാവാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെയൊക്കെ പയ്യന്മാരെ നീ പന പോലെ വളർത്തിയിട്ടുണ്ടല്ലോ, അതെന്താ? അത് നീ വളർത്താണ്ടിരിക്കുക എന്താണെന്ന് ചെയ്തോ, എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നെ പന പോലെ വളർത്തിയില്ലെങ്കിലും ഒരു ശീമക്കൊന്ന പോലെയെങ്കിലും ഒന്ന് വളർത്തിക്കൂടെ നിനക്ക്? വല്ലപ്പോഴും എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് കള്ളു കുടിക്കും. അത് ഞാൻ നിർത്താൻ പോണു. പിന്നെ സിഗരറ്റ് വലിക്കും, അത് ഞാൻ ഈ നിമിഷം നിർത്തി. പിന്നെ മറ്റേ പെണ്ണ് ഞാൻ പിടിക്കാമില്ല, പിടിക്കാണ്ട് അനുവദിക്കാമില്ല. പിന്നെ മറ്റേ കഞ്ചാവാണ്, അത് ഞാൻ ഒറ്റ തവണ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അതും നിർത്തി. സത്യമായിട്ടും ഇതൊരു കുമ്പസാരായിട്ട് കണ്ടിട്ട് 2026 നീ എന്നെ ഒന്ന് കണ്ടു എന്ന് അടിക്കി. പുണ്യാളാ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടല്ലേ ഞാനിവിടെ ഒന്ന് പറയണെങ്ങനെ. അത് നിനക്കറിയാലോ. 24 മണിക്കൂർ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അമ്മച്ചി പോലും എന്നോട് ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. ദൈവത്തോർത്ത് എൻ്റെ പുണ്യാളെ എന്നെ ഇനി പുറകെ നടത്തിക്കല്ലേ. നിന്റെ അല്ല, അവളുടെ. നീ ഇത് വല്ലതും കേൾക്കണുണ്ടാ ഞാൻ പറയണത്? എനിക്കിപ്പോൾ അവളെ കെട്ടാനുള്ള യോഗ്യതയ്ക്ക് ആയി. നീ ഇനി അവക്കെന്നൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി, അത് നീ വിചാരിച്ചാൽ നടക്കൂ. ഒരു കൊല്ലമില്ലേ, നിനക്കൊന്ന് വിചാരിച്ചൂടെ? അങ്ങനെ ഇരുന്നു. എന്നാ ഞാൻ പോവാ. എൻ്റെ ആഗ്രഹം എന്നെങ്കിലും എനിക്ക് അവൾ നിന്റെ ഉപയോഗിച്ച് കെട്ടണമെന്നാ. 2026 നല്ലത് മാത്രം നടത്തി തന്നെ പുണ്യാളാ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ അവിടെ എല്ലാവരോടും പറഞ്ഞു കേട്ടോ. അപ്പൊ അടുത്ത കൊല്ലം കാണാം.